ഹായ് നമസ്കാരം, ഞാൻ സെബിനായിട്ട് എക്സ്പ്ലോറർ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LBS സ്പോട്ട് അലോട്ട്മെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ പറയാനാണ്. ഒത്തിരി പേര് ചോദിച്ചായിരുന്നു എന്താ സ്പോട്ട് അലോട്ട്മെന്റ്, ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, ഇപ്പം ഫസ്റ്റിലൊക്കെ കിട്ടിയവർക്ക് പിന്നെ സ്പോട്ട് അലോട്ട്മെന്റിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോന്നും പിന്നെ ആർക്കൊക്കെ സ്പോട്ട് അലോട്ട്മെന്റിനകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നും എല്ലാമാണ് ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ PNC MAKയുടെ എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നെറ്റ് ഇൻഡെക്സ്, അതുപോലെ റാങ്ക് ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതും ചെയ്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റിന്റെ വീഡിയോയും നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട്. കണ്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് മാക്സിമം ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റ് LBSനകത്തുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഫോർത്ത് തൊട്ട് പിന്നെ ഒരു 10 അലോട്ട്മെന്റ് പിന്നെ വരും, സ്പോട്ടായിട്ട് വരുന്ന അലോട്ട്മെന്റ്. ഫോർത്ത് തൊട്ടാണ് സ്പോട്ട് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 അലോട്ട്മെന്റ് മേളിലുണ്ട്, ഒരു 15ഓളം, ചിലപ്പോൾ ഒരു 10ഉം ഒരു 11 അലോട്ട്മെന്റ് കൂടെ കാണുമായിരിക്കും. 11 + 4 അങ്ങനെയാണ് വരുന്നത്. 15 അലോട്ട്മെന്റ് ആയില്ലേ. അപ്പം 15 അലോട്ട്മെന്റിലൂടെ ഉണ്ട്. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടിയവർ ഇപ്പം ഫസ്റ്റ് അലോട്ട്മെന്റിലൊക്കെ കിട്ടി, ഇപ്പം കോളേജിൽ ജോയിൻ ചെയ്തു, അവർക്ക് താല്പര്യമുണ്ട് സ്പോർട്ടിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺ ഫീ എല്ലാം അടച്ചു, അതുപോലെ തന്നെ കോളേജിൽ പോയി ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ അവർക്ക് അവസരം വരുന്നതായിരിക്കും. അപ്പം സെയിം പാസ്വേഡും രജിസ്റ്റർ ID എല്ലാം സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. വേക്കൻസി ഉള്ള കോളേജിന്റെ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കും സൈറ്റിനകത്ത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഫസ്റ്റ് കിട്ടിയവരൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് കിട്ടിയവരും ഫസ്റ്റിലല്ല, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൂന്നിലും കിട്ടി നിൽക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. കിട്ടാത്തവരുടെ ഞാൻ പറയാം. കിട്ടി നിൽക്കുന്നവർക്ക് അങ്ങനെ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. കിട്ടിക്കഴിഞ്ഞ് കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് സ്പോട്ടിന്റെ ഇവരിടും, പ്രസിദ്ധീകരിക്കും, പ്രോസ്പെക്ടസും കാര്യങ്ങളും എല്ലാം വരും, ലിസ്റ്റും കാണിക്കും, എത്ര സീറ്റ് വേക്കൻസിയും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം വരുന്നത്. അത് കഴിഞ്ഞിട്ട് അലോട്ട്മെന്റും വരും. അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പോയി എടുക്കാവുന്നതാണ് അവിടെ ഓർപ്പിക്കുന്നു. ഇപ്പം അടുത്തായിട്ടെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒന്നും കിട്ടാതെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കും സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്ത് നിന്നാൽ മാത്രം മതി. ഇപ്പം ഏതൊക്കെയാ സീറ്റ് വേക്കൻസി ആയിട്ടുള്ള കോളേജുകളുണ്ടെങ്കിൽ അവർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് ഒന്നും കിട്ടാത്ത കാര്യമാണ് ഈ പറയുന്നത്. തേർഡിലും വന്നിട്ടില്ലെങ്കിൽ അവരവിടെ സ്പോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം വരും. അപ്പോൾ അതിനകത്ത് കയറി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ ഇപ്പോൾ ഏതെങ്കിലും കോളേജിൽ വിളിക്കുവാണെങ്കിൽ പിന്നെ ഡയറക്റ്റ് അവർ വിളിക്കും നിങ്ങളെ. അപ്പോൾ അവിടെ LBSന്റെ സെന്ററുണ്ട്. സെന്റർ ചിലപ്പം പത്തനംതിട്ടയൊക്കെ സെന്ററുണ്ട്, അടൂരുണ്ട്, എറണാകുളത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വിളിക്കും. ആ വിളിക്കുന്നിടത്ത് ചെന്ന് നിങ്ങൾ പോയി ഡയറക്റ്റ് അഡ്മിഷനായിട്ട് എടുക്കാൻ പറ്റുന്നതാണെന്നൂടാണ് അവിടുന്ന് അറിയിച്ചത്. ഒന്നുകൂടെ പറയാം, ഇപ്പം ഒന്നിലും കിട്ടാത്തവർ 3 അലോട്ട്മെന്റിലും കിട്ടിയില്ല, അതിൽ നിന്ന് 4 സ്പോട്ടിനകത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയെങ്കിൽ അവർ വിളിക്കും നിങ്ങളെ. അപ്പോൾ ഡയറക്റ്റ് പോയി പിന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി ചെന്ന് അവിടെ തന്നെ എടുത്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണെന്നും കൂടാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ രീതിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ടിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആർക്കും കിട്ടാതെ ഒന്നും പോകത്തില്ല. അത് നല്ലൊരു 15ഓളം അലോട്ട്മെന്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. LBSന്റെ ഡിപ്ലോമയുടെ പാരാമെഡിക്കലിന്റെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ അടുത്ത മാസത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനും കൊടുക്കാമെന്ന് അവിടെ ഓർപ്പിക്കുന്നു. അതിന്റെ എല്ലാം വീഡിയോ നമ്മുടെ ചാനൽ വഴി ലൈവ് ഡെമോ വീഡിയോ എല്ലാം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പോട്ടിന്റെ ലൈവ് ഡെമോ വീഡിയോ നമ്മുടെ ചാനൽ വഴി വരുന്നതായിരിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനൽ വഴി വരുന്നതായിരിക്കും ഇവിടെ ഓർപ്പിക്കും. അപ്പം സ്പോട്ട് അലോട്ട്മെന്റിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ചോദിച്ചാൽ മതി, നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും ഓർപ്പിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മാക്സിമം ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും വരുന്നത് ശുഭദിനാശം നടത്തുന്നു. നന്ദി, നമസ്കാരം.